ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ സാധാരണ സ്പോഞ്ച് കേക്ക് അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് ജിഗ്ലി ജാപ്പനീസ് കോട്ടൺ കേക്കാണ് ചെയ്യുന്നത്. വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ ജിഗ്ല ചെയ്യുന്ന ഒരു കേക്ക് തന്നെയാണിത്. ഇത് നമ്മൾ പേര് കേട്ടിട്ട് നമുക്ക് കിട്ടാത്ത ഇൻഗ്രീഡിയൻസ് ആണെന്നൊന്നും ആരും വിചാരിക്കരുത്. നമ്മളെ വീട്ടിൽ സാധാരണ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിനൊരു ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും നമ്മൾ ചേർക്കണില്ല. അല്ലാണ്ട് തന്നെ ഈ കേക്ക് വളരെ സോഫ്റ്റ് ആണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് ജിഗ്ല ചെയ്യുന്നൊക്കെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന അതേ ടൈം മതി ഇതിനും. ഇതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ഓയില്, വെജിറ്റബിൾ ഓയില്, 1/4 കപ്പ് പാല്, 100 ഗ്രാം പഞ്ചസാര, അതുപോലെ തന്നെ 100 ഗ്രാം മൈദ, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ വാനില എസൻസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ചെയ്യാൻ. നമുക്ക് ആദ്യം ഈ ഓയിലൊന്ന് ചൂടാക്കിയെടുക്കണം. 1/4 കപ്പ് ഓയിൽ പറഞ്ഞാൽ 50 ml ഉണ്ടാവും. നമുക്കൊരു പാൻ വെച്ചിട്ട് ഈ ഓയിലൊന്ന് ചൂടാക്കിയെടുക്കുക. അതിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ എടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കേക്ക് ചെയ്യുമ്പോൾ ഓയിലോ ബട്ടറോ ഒന്നും നമ്മൾ ചൂടാക്കാറില്ല. വല്ലാണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ചൂടാക്കണ്ട, ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. ഓവനിലൊരു ട്രേയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ കേക്ക് വാട്ടർ ബാത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രേയിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ വേണം കേക്കിൻ്റെ ടിന്ന് വെക്കാൻ. അപ്പം നമുക്കിതൊരു 10 മിനിറ്റ്, ഒരു 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ചൂടാക്കിയ ഓയിൽ ഒരു ബൗളിലേക്ക് ഒഴിക്കുക. ചൂടോട് കൂടി തന്നെ ഒഴിക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒന്നിച്ച് ആഡ് ചെയ്യരുത്, അപ്പോൾ കട്ട കെട്ടിപ്പോവും. കുറേശ്ശെ ഇട്ടിട്ടൊന്ന് കട്ടയില്ലാണ്ട് ഇളക്കി കൊടുക്കുക. ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു തവിയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്ക് ചെയ്യുന്നതിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കട്ടല്ലാണ്ട് തന്നെ നിങ്ങളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അതിന് ഞാൻ 2 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ടവെള്ള ഒഴിക്കണ ബൗളിൽ ഒട്ടും നനവുണ്ടാവരുത് കേട്ടോ. നമുക്ക് മുട്ടവെള്ള ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ അത് ഫ്ലഫി ആയി കിട്ടൂല. എഗ് വൈറ്റ് എഗ് യോക്കും കൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ 4 മുട്ട നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. മുട്ടവെള്ളയ്ക്ക് അത് മഞ്ഞൻ്റെ ഭാഗം വീണിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റണം കേട്ടോ. അത് മുട്ടമഞ്ഞ അതിലുണ്ടെങ്കിൽ നമുക്ക് ഫ്ലഫി ആവൂല. ഇങ്ങനെ 4 മുട്ട നിങ്ങൾ ചെയ്യാം. ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് എഗ് വൈറ്റ് മാത്രം എടുത്തിട്ട് പിന്നെ എഗ് യോക്ക് പൊട്ടിച്ചിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള രീതിയിൽ ചെയ്താൽ മതി. ഞാനിങ്ങനെ ഈ ഒരു രീതിയിലാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചർ മുട്ട ആയിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ട് ഉപയോഗിക്കരുത്. അപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടൻ്റെ വെള്ളം മാറ്റി വെക്കാം. നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദ മിക്സ്ക്ക് മൈദയും ഓയിലും കൂടെ മിക്സ് ചെയ്തതിക്ക് നമുക്ക് ഈ മുട്ടൻ്റെ മഞ്ഞ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മുടെ പാത്രം കുറച്ച് ചൂടുണ്ടായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെ ഓയിൽ കുറച്ച് ചൂടാറിയിട്ടില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് 1/4 കപ്പ് പാലാണ്. 80 ml ഉണ്ടാവും. ഓയിലും പാലും ഒരേ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. 80 ml ആണ്, 80 ml ആട്ടോ. അപ്പം അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പാലും റൂം ടെമ്പറേച്ചർ പാൽ തന്നെ ആവണം. നമുക്ക് മൊത്തമായിട്ട് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് കട്ടല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എഗ് വൈറ്റ് അടിക്കാൻ മാത്രമേ ബീറ്റർ യൂസ് ചെയ്യേണ്ടുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ടൻ്റെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ടാൽ മതി. ഞാൻ ബീറ്റർ എടുത്തിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ ഇട്ടിട്ട് ആഡ് ചെയ്യാം. ഞാൻ മുഴുവനായിട്ടുള്ള പഞ്ചസാര തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഫൈൻ ഷുഗർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. വലിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊടിച്ചിട്ട് ചേർക്കുക. അതാവും കുറച്ചും കൂടെ ഈസി ആയിരിക്കുക. അപ്പം ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ നമുക്കിങ്ങനെ 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പൊടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഇത് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. എഗ് വൈറ്റ് എത്രത്തോളം ബീറ്റ് ആക്കുന്ന അത്രത്തോളം നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കണില്ലല്ലോ. ഈ എഗ്ഗിന്റെ ഒരു ഇതിലാണ് നമ്മുടെ കേക്ക് പൊങ്ങണതൊക്കെ. ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക നിങ്ങൾ. ഞാനിത് ഇത്ര വിശദമായിട്ട് കാണിക്കണത് ഒട്ടും ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നവർ ക്ഷമിക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി വാനിലേൻ്റെ എസൻസും കൂടെ ആഡ് ചെയ്യാം. ഞാൻ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ ജിഗ്ലി കേക്കും തയ്യാറാക്കാൻ പറ്റും. ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്യാം. മുട്ടൻ്റെ സ്മെല്ലും ഒക്കെ ഒന്ന് മാറി കിട്ടാനൊക്കെ നല്ലതാണ്. ചിലർക്കൊക്കെ മുട്ടൻ്റെ സ്മെല്ലാണ് ഭയങ്കര പ്രോബ്ലം ആയിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുട്ടൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല.
നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സിലേക്ക് ഈ എഗ് വൈറ്റ് കുറച്ചിട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യരുത്, ഇളക്കി മിക്സ് ചെയ്യരുത്, ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കേക്കിന്റെ ടെക്സ്ചർ മൊത്തം മാറിപ്പോവും, കേക്ക് പിന്നെ വല്ലാണ്ട് പൊങ്ങൂല. അപ്പം നമുക്ക് ഈ എഗ് വൈറ്റിക്ക് ഈ മിക്സ് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാവും. പതുക്കെ ഇളക്കിയെടുക്കുക. ഒന്നായിട്ട് അങ്ങോട്ട് ഇളക്കരുത്. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരു പ്രാവശ്യമായിട്ട് നിങ്ങൾ ഒറ്റ പ്രാവശ്യമായിട്ട് ചേർക്കരുത്. അപ്പോൾ നമ്മുടെ മുട്ടൻ്റെ എഗ് വൈറ്റ് പൊങ്ങിയതൊക്കെ കംപ്ലീറ്റ് താന്നു പോവും. അപ്പോൾ കേക്ക് പിന്നെ ഹാർഡായി പോവും. അപ്പോൾ നമ്മൾ മൊത്തം മിക്സും ചേർത്തിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് എല്ലാ ഭാഗവും ഒരുപോലെ ആക്കി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ബാറ്ററിന്റെ ടെക്സ്ചർ കാണുന്നുണ്ടാവും. ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്ക് ടിന്നാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെയിറ്റ് ഉള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് ഞാൻ കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നടുഭാഗം ഹോളുള്ള കേക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. ഇതുപോലത്തെ കേക്ക് ടിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ സാധാരണ കേക്ക് ടിന്നിൽ ചെയ്താൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം അതുപോലെ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ നടുവിൽ സെൻറ്റർ ഭാഗം ഹോളായി കിട്ടണം എന്നുണ്ടെങ്കിൽ പുഡിംഗ് ഒക്കെ ചെയ്യണ സമയത്തും സാധാരണ റൗണ്ട് പ്ലേറ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് ടിന്നിലാണെങ്കിലും ഇത് ചെയ്യാട്ടോ, ചെറുതിലും വലുതിലും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് ഇങ്ങനെ ഒരു ഐഡിയയിൽ വെറുതെ ചെയ്യാണ്. നമുക്ക് മൊത്തം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും. ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് 160 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഗ്യാസിലും ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഒരു ഇതിൽ വെള്ളം വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ കേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. കേക്ക് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇത് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് കേക്ക് ചെയ്യുന്നത്. ഇതിന് വാട്ടർ ബാത്ത് ചെയ്യാന്നാ പറയാം, ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നതിന്. നമ്മുടെ കേക്ക് റെഡിയായി വരുന്നുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാറുന്ന സമയത്ത് കേക്ക് ടിന്നിൽ ഇത് വിട്ട് വരും. സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഗ്ലാസ് ഒന്ന് മാറ്റാം. അതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗം വേണേ ഒന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് ഇതൊന്ന് റീമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ജിഗ്ലി ജാപ്പനീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണിത്. അത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോണ ഒരു പരുവാണിത്.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ഒരു അരിപ്പി കൂടെ ഇട്ടിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്. ഇത് ജിഗ്ലി കേക്ക് എന്ന് പറയാൻ തന്നെ കാരണം ഇതിന്റെ ആ ഒരു ടെക്സ്ചർ ഇങ്ങനെ ആയതുകൊണ്ടാണ്. എല്ലാവർക്കും ഇഷ്ടാവും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.